അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അവിയലിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. ചേനയ്ക്ക് ഇച്ചിരി വേവുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് തന്നെ ചേന ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. ഇനി കായയാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും കഷ്ണങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. ഇതിൽ 2-3 കഷ്ണം കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ വഴുതനങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനൊരു ചെറിയ സവോള സ്ലൈസായിട്ട് അരിഞ്ഞാണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക് നെടുവേ മുറിച്ചത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ആവി തന്നെ വേവുകയാണ് ഈ കഷ്ണങ്ങൾ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒരു പകുതി വേവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനൊരു മീഡിയം ഫ്ലെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊരു 1/2 കുക്ക് ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ വേവണം. ജസ്റ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളിൽ നമുക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ? നമ്മൾ ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ തിരുമ്മിയെടുത്തത്. അതിലേക്ക് ഞാൻ 7 ചെറിയ ഉള്ളി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കറിവേപ്പില, ഇത്രയാണ് യൂസ് ചെയ്ത്. ഇനി നമുക്ക് ഈ അരപ്പ് വേകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിമിലൊന്ന് ആവി കയറ്റാം. ഇനി ഇതിൽ നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. അതിനുവേണ്ടി ഞാൻ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താണ്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടുള്ളൂ, അപ്പോൾ അത് തികഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ പുളിയാണ് ഒഴിക്കുന്നത്. നമുക്ക് ഉപ്പും പുളിയൊക്കെ കഷ്ണത്തിന് അവിയലിനനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അവിയലിനൊന്നും വേറൊരു എണ്ണ യൂസ് ചെയ്യരുത്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, എന്നാലേ എൻ്റെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.